ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അരി കുതിർത്ത വെള്ളം നമ്മുടെ മുടി വളർച്ചയ്ക്കായിട്ടും മുഖം ഭംഗിയാക്കാനും ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും വീട്ടിൽ വെറുതെ കളയുന്ന ഒരു സാധനമാണ് അരി കുതിർത്ത വെള്ളം. ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ അരി കുതിർത്ത് വെക്കുമ്പോൾ ആ ഒരു വെള്ളം വെറുതെ കളയാറാണ് പതിവ്. എന്നാൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയിലും നിങ്ങളുടെ മുഖത്തും ഒക്കെ നല്ല മാറ്റങ്ങൾ തന്നെ വരും. വർഷങ്ങളായിട്ട് ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ അരി കുതിർത്ത വെള്ളം. ഇത് നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒരുപോലെ നല്ലതാണ്. മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിയെ മിനുസമുള്ളതാക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അരി കഴുകിയ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഇനോസിറ്റോൾ എന്ന കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിക്ക് നല്ല കരുത്ത് നൽകാനും ഒക്കെ സഹായിക്കുന്നത്. അരി കുതിർത്ത വെള്ളം മുഖത്തിന് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ ചുളിവുകൾ തടയാൻ ഇത് സഹായിക്കും. മുഖക്കുരു വരാതിരിക്കാനും ഓപ്പൺ പോഴ്സിൻ്റെയൊക്കെ സൈസ് കുറയ്ക്കാനും ഒക്കെ ഈ ഒരു കാര്യം സഹായിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അരി കുതിർത്ത വെള്ളം മുടിക്കും മുഖത്തിനും യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മുഖത്തിന് വേണ്ടി അരി കുതിർത്ത വെള്ളം യൂസ് ചെയ്യുമ്പം ഇത് നമുക്ക് ഒരു കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം നിങ്ങളുടെ മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം ദിവസത്തിൽ 2 പ്രാവശ്യം ഈ ഒരു അരി കുതിർത്ത വെള്ളം നിങ്ങൾക്ക് മുഖത്തേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അരി കുതിർത്ത വെള്ളം മാത്രം എടുത്തിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് തേച്ച് കൊടുക്കുകയോ ചെയ്താൽ മതി. ഇനി ഐസ് ക്യൂബായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെയാണ് മുഖത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് നമ്മുടെ മുടി വളർച്ചയ്ക്കായിട്ട് ഇത് ഉപയോഗിക്കേണ്ടത് നോക്കാം. അരി കുതിർത്ത വെള്ളം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അരി കുതിർത്ത വെള്ളം ഒരു ദിവസം മുഴുവനായിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഒന്ന് ഫെർമെൻ്റ് ആയതിനു ശേഷം നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് തലയോട്ടിയിലും മുടിയിലും തേച്ച് കൊടുക്കാം. ഈ ഒരു വെള്ളം തലയിലും മുടിയിലും തേച്ച് നന്നായി മസാജ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം കുളിക്കുന്ന സമയത്ത് കഴുകി കളയാം. ഈ ഒരു ഹെയർ ടോണർ നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴേക്കും മുടി വളർച്ച കൂടാനും മുടി കൊഴിച്ചിൽ കുറയാനും മുടി നല്ല സ്മൂത്ത് ആവാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും സ്പ്ലിറ്റൻസ് തടയാനും ഒക്കെ സഹായിക്കും. അരി കുതിർത്ത വെള്ളം ഈ രീതിയിലാണ് നമ്മുടെ മുടി വളർച്ചയ്ക്കും മുഖത്തിൻ്റെ സംരക്ഷണത്തിനായിട്ടൊക്കെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്